ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പ്രഥമനാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 നേന്ത്രപ്പഴം ഏകദേശം 1/2 കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. സ്റ്റീം ചെയ്തെടുത്ത നേന്ത്രപ്പഴം ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ടിത് ചൂടാറി വന്നതിന് ശേഷം പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ പഴം നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തേങ്ങയുടെ 2ാം പാലില്ലേ, അതിൽ നിന്നും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ ഇതുപോലെ അരഞ്ഞു കിട്ടും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു സോസ് പാനിലേക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 4 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ശർക്കരയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം മാറ്റി വെക്കുക. എന്നിട്ട് പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ചെടുത്ത പഴത്തിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മളെ പായസത്തിൻ്റെ രുചി എന്ന് പറയുന്നത് ഇതുപോലെ വരട്ടിയെടുക്കുന്നത് തന്നെയാണ്. ഇതുപോലെ വരട്ടിയെടുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാവൂ. ഞാനിവിടെ ഒരു തേങ്ങ ചിരകിയെടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2ാം പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2ാം പാലാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് തിളക്കാനായിട്ട് കാത്തു നിൽക്കരുത് കേട്ടോ. പിന്നെ ഇതിൽ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ നെയ്യിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നാൽ ഇതിലേക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കല്ലേ. താങ്ക്